പ്രസവശേഷം ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ? വളരെ ക്ഷീണിതരായിട്ടും ഉറങ്ങാൻ പറ്റാതിരിക്കുക, കുഞ്ഞുമായി ഇമോഷണലി കണക്ട് ആവാൻ പറ്റാതിരിക്കുക, പെട്ടെന്ന് സങ്കടം വരയുക, കരയുക, അതുപോലുള്ള പ്രശ്നങ്ങൾ, ചെറിയ കാര്യങ്ങൾ തന്നെ വളരെ ദേഷ്യപ്പെടുക, ചുറ്റും ഫാമിലി മെമ്പേഴ്സുമായി ഇടപെടാൻ പറ്റാതെ അത് അവോയ്ഡ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന പ്രശ്നം അഭിമുഖീകരിക്കുന്ന വ്യക്തിയാണ്. എന്താണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ? പ്രസവശേഷം ഉണ്ടാകുന്ന മാനസികമായ ഡിപ്രഷൻ, അതായത് ഡെലിവറിക്ക് ശേഷം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്നതും അതുപോലെ തന്നെ ഇമോഷണൽ വെൽബീയിങ് ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ബേബി ബ്ലൂസ് എന്ന് പറയുന്ന കണ്ടീഷനേക്കാളും വളരെ സീരിയസും കൂടുതൽ കാലം നിൽക്കുന്നതുമായ ഒരു കണ്ടീഷനാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. അത് എങ്ങനെ എഫക്റ്റീവായി നമുക്ക് മാനേജ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി ഏറ്റവും അത്യാവശ്യമായി വേണ്ട കാര്യമാണ് ഫാമിലി മെമ്പേഴ്സിന് സപ്പോർട്ട്. കുഞ്ഞിനെ നോക്കുന്നതിൽ അമ്മയും അച്ഛനും ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സും എല്ലാം കൊള്ളുകയാണെങ്കിൽ അത് അമ്മയ്ക്ക് വളരെ രീതിയിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് നൽകാൻ സാധിക്കുന്നു. അതുകൂടാതെ ബാലൻസ്ഡ് വെൽ നറിഷ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, കൂടാതെ ലൈറ്റ് എക്സസൈസുകൾ, എപ്പോഴും ബെഡ് റെസ്റ്റ് തന്നെ ചെയ്യാതെ ചെറുതായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നതും നടക്കുകയും അതുപോലെ ഇമോഷണൽ വെൽബീയിങ്, നല്ല രീതിയിൽ ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതും വഴി നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ വളരെയധികം തടയാൻ സാധിക്കുന്നു. ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇത് ഉണ്ടാവുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയും അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യുക എന്നതാണ്. അത് ഫാമിലി മെമ്പേഴ്സ് അതിനായി നല്ല രീതിയിൽ അത് പ്രവർത്തിക്കേണ്ടതാണ്. ഫോളോ ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വീണ്ടും കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വിസിറ്റ് അവർ വെബ്സൈറ്റ് www.nknrwellness.com. ഓൾസോ കോൺടാക്ട് അവർ നമ്പർ, താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക.